My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. എങ്ങനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത്? നിങ്ങൾ താമസിക്കുന്ന വീടിന് പുറമെ മറ്റൊരു വീട് UK വാങ്ങുമ്പോൾ, അതായത് ബൈ-ടു-ലെറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയായ 3% നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഇത് തിരിച്ച് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് വീട് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ മെയിൻ റെസിഡൻസ് വിൽക്കുമ്പോൾ 3 വർഷത്തിനുള്ളിൽ വിൽപ്പന നടന്നാൽ നിങ്ങൾക്ക് ഈ അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ക്ലെയിം ചെയ്യുകയും അത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മെയിൻ റെസിഡൻസ് നിങ്ങൾ ഒരു ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ അഡീഷണൽ 3% സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ കണ്ടുവരുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഹോം മെയിൻ റെസിഡൻസായി മാറുന്നു. ആദ്യം UK വരുന്നവര് ചെറിയ വീടായിരിക്കാം, അതിനുശേഷം വലിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവർക്ക് മെയിൻ റെസിഡൻസ് ആയിട്ട് ഏറ്റവും വില കൂടിയ വീട് വരുന്നു. കാരണം മെയിൻ റെസിഡൻസിന് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും വില കൂടിയ വീടാണ് മെയിൻ റെസിഡൻസ് ആയി വരുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിച്ച വീട് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ സെക്കൻഡ് വീടിന് കൊടുത്തിട്ടുള്ള 3% സ്റ്റാമ്പ് ഡ്യൂട്ടി സർചാർജ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയും അത് 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മെയിൻ റെസിഡൻസ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു. ഇനി ടാക്സ് പ്ലാനിങ്ങിന്റെ പാർട്ടായിട്ട് നിങ്ങളുടെ മെയിൻ റെസിഡൻസ് നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ വിൽക്കുന്നില്ല, നിങ്ങളുടെ മെയിൻ റെസിഡൻസ് നിങ്ങൾ ഒരു ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുവഴി നിങ്ങൾ വിറ്റതിന് തുല്യമായി നിങ്ങൾക്ക് അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ കൊടുത്ത സെക്കൻഡ് ഹോമിന്റെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഒരു ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് ലിമിറ്റഡ് കമ്പനിക്കാണ്, അത് വിറ്റതിന് ഈക്വലന്റ് ആകുകയും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി സർചാർജ് വിത്തിൻ 3 ഇയേഴ്സിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾ മറ്റൊരു വീട് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 3% സർചാർജ് ഇല്ല. ഇനി നിങ്ങൾ താമസിക്കുന്ന വീട് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു വീട് വാങ്ങിക്കുകയും ആ വീടാണ് നിങ്ങളുടെ മെയിൻ റെസിഡൻസ് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആദ്യത്തെ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അഡീഷണൽ ആയിട്ട് സെക്കൻഡ് വീടിന് കൊടുത്ത സ്റ്റാമ്പ് ഡ്യൂട്ടി സർചാർജ് നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാം. ഇനി നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ ഇത് ലിമിറ്റഡ് കമ്പനിയായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, നിങ്ങൾ വിറ്റിട്ടില്ല എങ്കിൽ ഈ റീഫണ്ട് ക്ലെയിം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ബെനിഫിറ്റ് കൊണ്ട് ധാരാളം പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സ് ആണ് അവരുടെ മെയിൻ റെസിഡൻസ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വിത്തിൻ 3 ഇയേഴ്സിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ ലിമിറ്റഡ് കമ്പനി വഴി മറ്റ് ടാക്സ് ബെനിഫിറ്റുകൾ അവർക്ക് കിട്ടുകയും ചെയ്യുന്നത്. UK ബിസിനസിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെന്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.